അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ ഗ്രാമത്തിലൂടെ നടക്കുകയായിരുന്നു. ഒരു വീടിന്റെ മുൻപിലെത്തിയപ്പോൾ വേട്ടക്കാരൻ ഒരു മാനിനെ കെട്ടിയിട്ടതായി കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടതോടെ അത് കരയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മാനിന്റെ അടുത്തു ചെന്ന് കണ്ണീർ തുടച്ചു കൊടുത്തു. ശേഷം കാര്യം തിരക്കി. ഉടൻ മാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്നെ ഇവിടെ ഒരാൾ കെട്ടിയിട്ടിരിക്കുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ കാട്ടിലുണ്ട്. അവർ ഇപ്പോൾ വിശന്ന് കരയുകയായിരിക്കും. ഞാൻ അവർക്ക് മുലപ്പാൽ കൊടുത്ത് ഉടനെ തിരിച്ചു വരാം. ഇത് കേട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേട്ടക്കാരനോട് പറഞ്ഞു, അതിനെ വിട്ടയക്കുക, അത് തിരിച്ചു വരും. എന്നാൽ ആ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു, വിട്ടയച്ചാൽ ഈ മാൻ തിരിച്ചു വരും എന്ന് ഉറപ്പുണ്ടോ? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജാമ്യത്തിൽ ആ വേട്ടക്കാരൻ മാൻപേടയെ വിട്ടയച്ചു. അത് സന്തോഷത്തോടെ കാട്ടിലേക്ക് ഓടി. കുറച്ചു സമയത്തിനു ശേഷം വേട്ടക്കാരനെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ മാൻപേട തിരിച്ചെത്തി. ഇത് കണ്ട വേട്ടക്കാരൻ മാൻപേടയെ വിട്ടയക്കാൻ തയ്യാറായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നന്ദി പറഞ്ഞ് ആ മാൻപേട തൻ്റെ പൊന്നോമന മക്കളുടെ അടുത്തേക്ക് ഓടിയണഞ്ഞു. കാരുണ്യത്തിന്റെ നിറകുടമായിരുന്നു നമ്മുടെ പ്രവാചകൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ ചര്യ പിൻപറ്റി ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ.